ഓക്കെ ഓക്കെ ഹലോ. ശേ, സിലാത്താനെ കാണുമ്പോൾ കൊതിയാണ്. നമുക്ക് ഒരു കളിയുണ്ട്, ആ കളിയോട് കളിച്ചിട്ട് നമുക്ക് POTV എടുക്കാം. POTV മാത്രമേ ഇപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. കോയിൻസ് ഞാൻ സേവ് ആക്കാണ്. കോയിൻസ് സേവ് ആക്കിയിട്ട് എനിക്കറിയില്ല, ഇപ്പോൾ പ്രത്യേകിച്ച് ടാർഗറ്റൊന്നും ഇല്ല. എനിക്ക് അത്യാവശ്യം നല്ലൊരു പാക്ക് വന്നാൽ ഞാൻ എടുക്കും. സിലാത്താൻ നല്ല പാക്കല്ലെന്നല്ല, പക്ഷേ സിലാത്താനുള്ള കോയിൻസ് എൻ്റെ കയ്യിലില്ല. 250 പ്ലെയേഴ്സും ഉണ്ട്, 2000 കോയിനുണ്ട്. അപ്പോൾ സിലാത്താൻ ഞാൻ കറക്കണില്ല. എനിക്ക് കുറച്ചും കൂടി കോയിൻ കിട്ടി ഞാനൊരു പാക്ക് വൈപ്പ് വൈബാക്കാൻ നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഗുള്ളിറ്റിന് കൗണ്ടർ ടാർഗറ്റ് കൊടുക്കാം. കൗണ്ടർ ടാർഗറ്റ് ഓക്കെ, കളിയിലേക്ക് പോവാം. റെക്കോർഡിങ് ആവണല്ലേ? ഉണ്ട്. ഓക്കെ, കമൻട്രി ഓണാക്കായിരുന്നു, കമൻട്രി ഓണാക്കില്ല. ഓക്കെ, ബോള് തരില്ല ഇനി. ഓ, സൈഡിൽ ഓപ്പണായി നൈസായിട്ട്. ഓ ഷിറ്റ്. റിബറിയുടെ കയ്യിലൊന്നും കണ്ട നൈസ് പാസ് ഇടായിരുന്നു. എൻ്റെ മോനെ, ഒന്ന് പോയപ്പോഴേക്കും ഷോട്ട് കിട്ടിയല്ലോ. നമുക്ക് പ്രൊവൈഡെല്ലാം വെച്ചിട്ട് പാസ് കൊടുക്കാം. ചേട്ടാ, എന്തൊരു കഷ്ടം. അങ്ങനെ കൊടുക്കണ്ട, ഒരു ലോങ് കൊടുക്കാം. ഗുള്ളിട്ട് നൈസായിട്ട് കൊടുക്കുന്നുണ്ട്. അടിക്കൊടുക്ക് അല്ല പിന്നെ. ഇങ്ങനെ ഓടണം എനിക്ക് എപ്പോഴും കാണാറൊന്നുമില്ല, കാണുമ്പോൾ കൊടുക്കുക. ഇപ്പോഴത്തെ ഒരു കളി തൂക്കിയാറില്ലല്ലേ. ഇനി ഓടൂ, ഒന്നുകൂടെ കൊടുത്താലോ. വെറുതെ ഒന്നാമത്തെ ബാട്ടിക്ക് പാസ് ഇടാൻ പറ്റില്ല. കലാഗ്നോ, ഗുള്ളിറ്റ്, ബാട്ടി. അശോ, പോട്ടെ. ഇത് പിന്നെ ഉണ്ട്, ഡിവിഷനായതുകൊണ്ട് വലിയ ദേഷ്യമൊന്നും വരില്ല. ദേഷ്യം വരില്ല എന്ന് വെച്ചാൽ പ്രഷറാവില്ല നമുക്ക്. നമ്മുടെ ഒരു ഇതിൽ കളിക്കാമല്ലോ, സീനിലല്ലോ. മറ്റേതാണ് സീൻ. മെല്ലെ ബോൾ എടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടോ? ബാക്കിരിക്കല്ല. നൈസ് പാസ്. ഈ പാസ് ഇട്ട് വിളിക്കും, പാസ് പോയി. സൂപ്പർ. എന്തപ്പോൾ കാര്യമുണ്ടായി? അതെടുത്തോ, അല്ലെങ്കിൽ മൂഞ്ചു. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ വിങ്ങിലേക്കാണ്, പോയില്ല. ഓ, ഇപ്പം കിട്ടിയാനെ ഗോള്. ഞാൻ നൈസായിട്ട് അറിയാണ്ട് അടിച്ചതാണ്, ഞാൻ കണ്ടില്ല അത്. ഇപ്പം പിന്നെ മൂഞ്ചാനെ. ടാക്കിളിടാ, അല്ലെങ്കിൽ മൂഞ്ചു. സന്തോഷമായി. പ്രൊവൈഡർ നൈസ് പാസ് ഇടുന്നുണ്ട്. കിട്ടിയെന്ന് വിചാരിച്ചു.
ഗ്യാപ്പായല്ലോ. ഓക്കെ, ഈ കളിയും കൂടി ജയിക്കുകയാണെങ്കിൽ പാക്ക് തുറക്കാം. BOTV നല്ല നല്ല ആൾക്കാരും കിട്ടിയപ്പോൾ എനിക്ക് ഗ്വാർഡിയോളിനെ കാണുന്നുണ്ട്. ഗ്വാർഡിയോൾ നൈസാ, പെട പ്ലെയറാ ഗ്വാർഡിയോൾ. ഓ എൻ്റെ മോനെ, എന്തിനൊക്കെ അത് ലോഫ്റ്റ് ഇട്ട് കൊടുക്കാം. ഓഫ് കേഫ്, എന്ത് ക്ലിയറിങ്. ഒമ്പോ, ഞാൻ ഈ ഗുളിനെ അധികം എടുക്കാറൊന്നുമില്ല, പക്ഷെ ഇതെന്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗുളിനെ കളിപ്പിക്കാറില്ല, അതാണ് പ്രശ്നം. ഗുള്ളിൻ്റെ കയ്യിൽ ബോൾ കൊടുത്ത് കളിപ്പിക്കണം എന്ന് പറയാറുണ്ട്, പക്ഷേ എനിക്ക് ബോൾ വെച്ച് ഞാൻ അത്രയ്ക്കും പ്രോ അല്ല. പ്രോ അല്ലെന്ന് വെച്ചാൽ ഞാൻ പ്രോ അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ബോൾ പിടിച്ച് കളിപ്പിക്കാൻ അറിയില്ല. ആ ബാട്ടി പോയി. ഈ ഒമ്പോ സീന് കയറിയില്ല, പക്ഷെ നൈസ് ഷോട്ടായിരുന്നു. ആ ശരിയെന്ന്, ഇവരിട്ട് തിരിപ്പിക്കാൻ നല്ല സുഖമായിട്ട് തിരിപ്പിക്കും ഇവർ. കോസ്റ്റ് കയറി, ഭാഗ്യം. ഓ, ഞാൻ വിചാരിച്ചു അവർക്ക് തിരിച്ചു കിട്ടിയെന്ന്. നൈസായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പം സമയം എന്തായി, 1 മണി 2 മണി ആയിട്ടുണ്ടാവും. 2 മണി ആയിട്ടില്ല. ഗുള്ളിൻ്റെ ഓടുണ്ട്. ഓ നശിപ്പ്, അയ്യോ. ഓ കിട്ടിയില്ല, കിട്ടിയെന്ന് വിചാരിച്ചു. നൈസ് ബറേസി സീനാട്ടാ. എന്തായിരുന്നു മറ്റേ ഒരു എന്തോ ഒരു പരിപാടിയിൽ കിട്ടിയ, എനിക്ക് തന്നെ ഓർമ്മയില്ല. ടിക്കറ്റോ, എനിക്ക് പേരെനിക്ക് ഓർമ്മയില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പാക്കിൽ അതിൽ ബറേസി ഉണ്ടായിരുന്നു, ടോറസ് ഉണ്ടായിരുന്നു, പാർച്ചീസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ബറേസിയാ. അയ്യോ പോട്ടെ. ആ റബ്രിക്കൻ എടുക്കായിരുന്നു. ഓ അതാ പോണു, ഇനി എല്ലാവരും ഓടും. ഓഫ്, അയ്യേ. കളി തീരുന്നില്ല, തീർന്നിട്ട് വേണം പാക്ക് ഓർക്കാൻ. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വല്ല ജിലാത്താൻ്റെ പാക്കാവുന്നു. ജിലാത്താൻ്റെ പാക്കാവുകൊണ്ടല്ല, ജസ്റ്റ് വേറെ പാക്കൊന്നുമില്ല തുറക്കാൻ. പിന്നെ പാക്ക് തുറക്കാനൊരു രസമല്ലേ. ഡിഷലാംസ ഏതൊക്കെ ഗോളിയാണത്. ബറേസി, കോസ്റ്റ. ഓക്കെ റിബറി കറക്റ്റ് സ്ഥലത്ത് വന്നു. അയ്യോ, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ കുഴപ്പമില്ല. ഗുളിറ്റ് ഇപ്പോൾ എത്ര ഗോളാ? 2 ഗോൾ ആളടിച്ച്. ഫസ്റ്റത്തെ ഗോൾ ആൾ തന്നെ അടിച്ചല്ലേ. കൊള്ളാം. അപ്പോൾ കളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു.
വെടിക്കെട്ട് ബോയ്സ്. പൊസഷൻ ഇപ്പോഴും ഇല്ല. ഇവരായിട്ട് ശരിക്കും പറഞ്ഞാൽ പൊസഷൻ പിടിച്ച് കളിക്കാറാണ്. ഞാനിപ്പോൾ കപ്പല്ലോൻ്റെ ലോങ് ബോൾ കൗണ്ടറാണ് ഇട്ട് കളിക്കുന്നത്. ലോങ് ബോൾ കൗണ്ടർ. ഓ കോയിൻ കുറച്ച് കോയിൻ കിട്ടായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. നന്നായി ഷിപ്പ്. എന്താ എത്രയാ? കാര്യമില്ല. ഓക്കെ. POT ഇറക്കാനുള്ളതായി. എന്തൊക്കെയൊക്കെ എടുക്കണമല്ലോ ഒബ്ജക്റ്റീവ്സ്. കിട്ടിയത് ഓക്കെ. കുറച്ച് കോയിൻ കിട്ടി. ഹാപ്പിനെസ് തന്നെ. ഈ വിറ്റ് തന്നെ നൈസാണ്. POT എടുക്കണമല്ലേ? ഇത് ഫുള്ള് ഈ പോയിൻറ്റ്സ് വെറുതെ എടുക്കുക. ഇപ്പോൾ പക്ഷേ അടുപ്പിച്ചായിട്ട് എന്താ പറയുക, ജോലിങ്ടനും വിറ്റേനും തന്നു. അതുകൊണ്ട് നന്ദി. POT തുറക്കാം. POT ഇതും കൂടെ AC മിലാൻ്റെ ബാക്കോടും തുറക്കണ പോലെ ഇടണമായിരുന്നു. ഒറ്റൊരു കാർഡുള്ള, പക്ഷേ ചുമ്മാ അത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ആക്രാന്തത്തിൽ അപ്പന്നെ തുറന്നു. ഇതിലിപ്പോൾ ആരാണെന്നാണ് എനിക്ക്. ഹാളൻ്റെ എങ്ങനെയാ? ഫോക്സ് അല്ലേ? ഫോക്സ് കാര്യമില്ല. ഗോൾ പോച്ചറാണെങ്കിൽ നൈസായിരുന്നു. ഫോക്സ് നൈസാണ്. എനിക്ക് ബാസനുണ്ട്. അപ്പോൾ ഇനിയൊരു ഫോക്സ് കൂടി വേണ്ട. സപ്പോർട്ടിനായിട്ട് നൈസ് ഗോൾ പോച്ചർ മതി. വോൾഡെമോർട്ട് പിന്നെ ഡീപ്പ് ലൈങ്ങാണ്. ഇതിലിപ്പോൾ നൈസ് കാർഡ്. എനിക്കിപ്പോൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഗാർഡിയോള വേണം. CB നല്ല CBകളിപ്പോൾ സീന. ഇയാൾക്ക് ഗാർഡിയോളിന് അത്യാവശ്യം സ്പീഡും ഉണ്ട്. എത്ര സ്പീഡുള്ളത്? 85 സ്പീഡുണ്ട്. എക്ലറേഷൻ 79 ഉണ്ട്. അപ്പോൾ ആ ടീമിനോട് ഇപ്പോൾ പെട്ടത് കുറച്ചുകൂടെ നൈസ് സ്പീഡും കിട്ടും, സ്റ്റാമിനയും ഉണ്ട്. ഗാർഡിയോള സീന. ഗാർഡിയോളിന് മതി. ഗാർഡിയോളിന് കിട്ടും. ഗാർഡിയോളിന് കിട്ടാണ് സെറ്റ്. ഓക്കേ. സെറ്റ് ഗാർഡിയോള വേണമെന്ന് പറഞ്ഞു. ഗാർഡിയോള വന്നു. സന്തോഷം. സെറ്റ് മോനെ, സന്തോഷമായി. അപ്പോൾ ഗാർഡിയോൾ ഇൻ ദ ടീം. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ടീമിൽ എനിക്കിഷ്ടമുള്ള പ്ലെയേഴ്സാണ് ഇട്ട് കളിപ്പിക്കുന്നത്. മീൻസ് ഇപ്പോൾ ഇഷ്ടമുള്ള പ്ലെയേഴ്സ് മാത്രമല്ല, ഞാൻ ഫോമിലുള്ള പ്ലെയേഴ്സിനെ നോക്കിയാണ് കളിപ്പിക്കാറ്. ഇപ്പോൾ എനിക്ക് CB ആയിട്ട് ഞാൻ വേറെ ആരും ഇട്ടിരിക്കുന്നത്, ഇവർ രണ്ടുപേരും ഇട്ടിരിക്കണം. വാൻഡുവിനും ഇവനുണ്ട്. ഓക്കെ. ഇവരൊക്കെ ഇപ്പോൾ ഫോമാണ്. ഇനിയിപ്പോൾ ആരാ ടീമിൽ നിന്ന്? ഇപ്പോൾ എല്ലാവരും നൈസ് പ്ലെയേഴ്സാണ്. വിറ്റേനെ ഒന്ന് കളിപ്പിച്ച് നോക്കണമെന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ആരെയാ ഇറക്കുക? രണ്ടുപേരും നൈസാ. സാവിയോളും ഞാൻ ഇടയ്ക്ക് കളിപ്പിക്കാറുള്ള പ്ലെയറാണ്. കളയും. ഇവനെ ഇതുവരെ കളിപ്പിച്ചിട്ടുണ്ടോ? 8 മാച്ച് കളിപ്പിച്ചിട്ടുണ്ടല്ലേ? അത് ആന്ന് തോന്നുന്നുണ്ട്. ഡിവിഷനിൽ ഞാൻ നേരെ ഇറക്കിയിട്ടില്ല ആളെ. 80 ഡ്രിബിളിങ് ഉണ്ട്. കുഴപ്പമില്ലാത്ത പാസിങ് ഉണ്ട്. പാസിങ് ലോഫ്റ്റ് 87 ഉണ്ടല്ലേ കേളും. അപ്പോൾ ആൾ അത്യാവശ്യം നൈസായിട്ട് പാസ് ഇടുമല്ലോ. സ്പീഡ് 93 ഉള്ളൂ. കുഴപ്പമില്ല. അത്യാവശ്യം സ്റ്റാമിന ഉണ്ട്. അപ്പോൾ ആളിറക്കണ്ട. വാൻഡ്യുവിനും നൈസ്. വാൻഡ്യുവിനും സീൻ പ്ലെയറാണ്. നമുക്കിപ്പോൾ ആരും ഇനി ഇറക്കുക? എല്ലാവരും ഞാൻ കളിപ്പിക്കുന്ന പ്ലെയേഴ്സാണ്. വേർഡ്സിന് ഇറക്കിയാലോ? വേർഡ്സിനെ ഞാൻ കളിപ്പിച്ചിട്ട് കുറച്ചായി. അപ്പോൾ അങ്ങനെ കണ്ടപ്പെട്ട വേർഡ്സ് നൈസാണ്. നമുക്കെന്നാൽ വേർഡ്സിനെ പുറത്തേക്ക് ഇറക്കാം. വേർഡ്സിനെ ഇറക്കണോ? തൽക്കാലം നമുക്ക് ഗോഡുള്ള ടീമിലിടാം. എന്നിട്ട് റേറ്റിംഗ് നോക്കാം. CB
മെസ്സിനെ പിടിച്ച് പിടിക്കണം. ഗോഡിയോൾ ഇവിടേക്ക് 100 സീന്. ആള് എൻ്റെ കപ്പലേ ഉണ്ട്. ചിലപ്പോൾ ഡിഫെൻസീവ് എൻഗേജ്മെൻ്റ് ഒരെണ്ണം കൂടും. അപ്പോൾ എത്രയാവും? 90 എൻഗേജ്മെൻ്റ് ഉണ്ട്. ഡിഫെൻസീവ് കുറച്ചുകൂടെ കൊള്ളായിരുന്നു. പക്ഷേ സ്പീഡുണ്ട്, 88 സ്പീഡുണ്ട്, ആക്ലറേഷൻ ഉണ്ട്, കൊള്ളാം. നൈസ് വേർഡാണ്. ജമ്പിങ് 90, 88 ഫിസിക്കൽ കോണ്ടാക്ട്, 89 സ്റ്റാമിന. ഓക്കെ, ഒരു ഫുള്ള് കളി കളിക്കാനുണ്ട്. CBകളൊന്നും ഞാൻ മാറ്റാറില്ല. അപ്പോൾ എനിക്ക് ഫുൾ കളി കളിപ്പിക്കുന്ന ടീംസിനാണ് ഇഷ്ടം. ഞാൻ പിന്നെ ഫോമിനനുസരിച്ച് മാറ്റി ഇടും. ഇപ്പോഴത്തെ ഇപ്പോൾ ഗോഡികൾ ഫോമിലുണ്ട് സെറ്റ്. ഇനിയിപ്പോൾ ആൾക്കത്ര ഹൈറ്റ് ഉണ്ട്, 185 മതി, ധാരാളം. നമുക്ക് അത്യാവശ്യം സ്പീഡും ഇതും മതി, പിന്നെ കളിപ്പിക്കാൻ പറ്റിയാൽ മതി. സ്കില്ലൊക്കെ എങ്ങനെ? പിൻ പോയിൻറ്റ് ക്രോസിങ്, മാൻ മാർക്കിങ്, ഇൻ്റർസെപ്ഷൻ, ബ്ലോക്കർ. ഓക്കെ, ഒരുവിധം CBകൾക്ക് വേണ്ട സ്കില്ലൊക്കെ ഉണ്ട് ആൾക്ക്. പിന്നുള്ള സ്കില്ല് ഇടാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ അവിടെ തീരണു. ഇനി ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ഇനി ഡിവിഷൻ വീഡിയോസായിട്ട് ഇറങ്ങണം. ഡിവിഷൻ വീഡിയോ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ കളിപ്പിക്കണമൊക്കെ തോൽക്കുക. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ബൈ.